ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 109ാമത്തെ ദിവസമാണ്. 108 ദിവസമായിരുന്നു ഗീത ഏറ്റവും കൂടുതൽ തുടർച്ചയായി പറഞ്ഞത്. 18 അധ്യായങ്ങളെ സമ്പൂർണ്ണ ഗീതാജ്ഞാന യജ്ഞം എന്ന പേരിലും അഖണ്ഡ ഗീതാജ്ഞാന യജ്ഞം എന്ന പേരിലും നടത്തിയിട്ടുള്ളത് ഇതുപോലെ 108 ദിവസമാണ്. ഇന്നലെയായിരുന്നു 108ാമത്തെ ദിവസം. ഇന്ന് 109ാമത്തെ ദിവസമാണ്. ഇന്നലെ നമുക്ക് തോന്നുന്നത് ഏറ്റവും വലിയ രസമായിട്ടുള്ള, അത് അവിചാരിതമായിട്ട് വന്നു ചേർന്നതാണ്. നമ്മൾ എടുത്തിട്ടുള്ളത് 9ാം അധ്യായത്തിലെ 12ാമത്തെ ശ്ലോകമാണ്. ചിലർ പറഞ്ഞു സ്വാമി ആനയുടെ കാര്യത്തിൽ വളരെ വികാരാധീനനായി പെരുമാറി പറഞ്ഞു എന്നൊക്കെ. തീർച്ചയായിട്ടും. കാരണം നിങ്ങൾ മറ്റൊന്നും വിചാരിക്കരുത്. നമുക്കതിൽ വളരെ എന്താണെന്നറിയില്ല, അത് പേഴ്സണലായിട്ട് നമ്മളെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. ആനയോട് കാണിക്കുന്ന ഈ ദ്രോഹം എന്താണെന്നറിയില്ല അത്. കാരണം അതിനെ അത്രമാത്രം അതിനോട് സ്നേഹമുണ്ട്. അതിനോടൊന്നല്ലേ എല്ലാ ജീവജാലങ്ങളോടും. പക്ഷേ നമ്മളിങ്ങനെ ഒരു ജീവജാലത്തെ ഇങ്ങനെ പീഡിപ്പിക്കുന്നില്ലല്ലോ, ഇത്രയും വലിയ ഒരു ജീവിയെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം. ദയവ് ചെയ്ത് നിങ്ങളതിൽ നിന്ന് പിൻവാങ്ങണം എന്നാണ് നമുക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. നമ്മളൊക്കെ പിൻവാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ പാവം ജീവിയെ ഈ പിടിക്കാനോ ഇതിനൊന്നും കൊണ്ടു നടക്കില്ല. പിന്നെ അത് നാട് തെറ്റി കാട്ട് തെറ്റി നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് റീഹാബിലിറ്റേഷൻ സെൻ്ററുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ തിരുവനന്തപുരത്ത് കോട്ടൂർ നമ്മുടെ ആശ്രമത്തിനടുത്താണ്. നമ്മൾ എപ്പോഴെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ അവിടെ കൊണ്ടുപോകാം. കോട്ടൂർ എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻ്ററുണ്ട്. അപ്പോൾ സുഖമില്ലാത്ത ആനകളുണ്ട്, ഇങ്ങനെ ഉള്ളതിനെയൊക്കെ ഇവിടെ പരിപാലിക്കുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ലാതെ അത് പോകുന്നുണ്ട്. അവിടെ പിന്നെ അതിനെക്കൊണ്ട് പണിയെടുപ്പിക്കാനും ഇതിനൊന്നും അതിനെ കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ് അറിവ്. എന്തായാലും അത് കാട്ടിൽ ജീവിക്കേണ്ട ഒരു ജീവിയാണ്. അതിനെ ഈ നാട്ടിൽ കൊണ്ടുവന്ന് അതിന് ഇഷ്ടമില്ലാത്ത ഈ പന്തം കൊളുത്തി ചെണ്ടയും കൊട്ടി ഒക്കെ ചെയ്യുന്നത് അങ്ങേയറ്റം ക്രൂരമാണ്. ശരി, അപ്പോൾ ഇന്ന് 109ാമത്തെ ദിവസം. ഇന്നലെ നമ്മൾ 108ാമത്തെ ദിവസത്തിൽ എടുത്തത് 12ാമത്തെ ശ്ലോകമാണ്. ഭഗവത്ഗീത 9ാം അധ്യായത്തിലെ 12, 13 ശ്ലോകമാണ്. ഈ 12, 13 ശ്ലോകങ്ങളുടെ ആ ഒരു കണക്ക് നോക്കിയാൽ ഇപ്പോൾ ഭഗവത്ഗീത 701 ശ്ലോകങ്ങളായിട്ടും 700 ശ്ലോകങ്ങളായിട്ടും പറയും. ഒരു ശ്ലോകം പ്രക്ഷിപ്തമാണ് എന്ന് പറയും. 13ാം അധ്യായത്തിലെ അർജുനൻ്റെ ചോദ്യം അത് ഉൾപ്പെടുത്തിയാൽ 701ആണ്. അത് ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ 700ആണ്. അപ്പോൾ എന്തായാലും 700 350 അങ്ങനെ 350 കണക്കെടുക്കുകയാണെങ്കിൽ മോകാശ മോഹ കർമാണഹ മോഹജ്ഞാന വിജയദസ രാക്ഷസീം ആസുരീം ചൈവ പ്രകൃതിം മോഹിനീം ശ്രിതാഹ. ഇത് 350ാമത്തെ ശ്ലോകമായിട്ട് വരും. അപ്പോൾ നേർപകുതിയിലാണ് നമ്മൾ നിർത്തിയത്. അവിടെയാണ് ഈ ആനയുടെ കാര്യമൊക്കെ വന്നത്. അപ്പോൾ അങ്ങനെ ഈ നിഷ്ഫലമായ ആശയത്തോടും അതുപോലെ തന്നെ മോഹകർമാണന്മാർ ഫലശൂന്യമായ കർമ്മത്തോടു കൂടിയിട്ടും മോഹജ്ഞാനാഹ ഒരു പ്രയോജനവും ആർക്കും അവനവനുമില്ല, നാട്ടുകാർക്കും ആർക്കും ഇല്ലാത്ത പ്രയോജനമില്ലാത്ത ജ്ഞാനം കൊണ്ടും വിജേതസഹ ഇങ്ങനെയുള്ള ചേതസ് വിപരീതമായിട്ടുള്ള വിപരീത ബുദ്ധികളായിട്ടുള്ള ഇവർ മോഹിനിയും രാക്ഷസിയും ആസുരിയും ച പ്രകൃതിം ഏവശ്രിതാഹ. ഇവർ മോഹിപ്പിക്കുന്നതും തമോ ഗുണപ്രധാനമായിട്ടുള്ള ഹിംസാത്മകവുമായിട്ടുള്ള കാമാദികളാൽ പൂരിതമായിട്ടുള്ള അസുപ്രാണേഷു ഇന്ദ്രിയേഷു രമന്തേ ഇതി അസുരാഹ എന്ന ഒടുങ്ങാത്ത കാമത്തിൻ്റെ പ്രതീകങ്ങളാണ് അവർ. അങ്ങനെ ആ പ്രകൃതിയെ തന്നെ അവർ ആശ്രയിച്ചവരായി അതിൽ അവർ കുടികൊള്ളുന്നു എന്നുള്ളത്. അതാണ് അവർ ഈ ക്രിമിനൽ ആക്ടിവിറ്റി, ക്രൈം, ഇത്തരം ഒരു ഹെവി ഡോസ് ക്രൈം സിനിമകളൊക്കെ എന്തുകൊണ്ടാണ് ഇത്ര ഹിറ്റാവുന്നതൊക്കെ അവരാഗ്രഹിക്കുന്നു. അതൊക്കെ ആ മനസ്സാണ് അങ്ങനെയുള്ള ക്രൈമൊക്കെ കാണാൻ താല്പര്യപ്പെടുന്നത്. മരം മുറിക്കുന്ന ഇതുകൊണ്ട് നമ്മളോട് ഒരാൾ പറയുകയാണ് ഈ സിനിമയെ നമ്മൾ ചോദിച്ചാൽ എന്ത് ക്രൈമാണ് ഒരു സിനിമയെക്കുറിച്ച്. അയ്യോ സ്വാമി അത് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ക്രൈമാണ്. ഞങ്ങൾ പോയി തിയേറ്ററിൽ പോയി കണ്ടു. ഒരുതരം ആളുകളിങ്ങനെ മുറിച്ചിടുന്നത്, മരം മുറിക്കുന്ന
എന്താ പറയുക, മോട്ടോർ കൊണ്ടാണ് അത്ര ആളുകളുടെ കൈയും കാലും തലയൊക്കെ മുറിക്കുന്നത്. എത്ര ആളെ കൊന്നു എന്ന് കണക്കൊന്നുമില്ല. ഇങ്ങനെ ആളുകളിങ്ങനെ പുല്ല് വെട്ടുന്നത് പോലെ വെട്ടിയിടുകയാണ് അത്ര. ഇതിലൊക്കെ എന്താണ് നമുക്ക് കണ്ട് ആസ്വദിക്കാനുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. അപ്പോൾ നമ്മളിതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നു. അറിയില്ല, നമുക്കറിയില്ല നിങ്ങൾ എന്താണ് ഇത്. ഏതായാലും ഇവിടെ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇത്തരം ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. അവരുടെ മനസ്സ് വ്യാപരിക്കുന്നത് ഇത്തരം കാര്യങ്ങളിലാണ്. അപ്പോൾ അവർക്ക് ഈ പീഡനങ്ങളൊക്കെ, അതിപ്പോൾ ഏത് ജീവിയെ പീഡിപ്പിക്കുകയാണെങ്കിൽ അത് അവർക്കൊരു ഹരമാണ്, ആനന്ദമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത്തരം ക്രൈം ത്രില്ലറുകളൊക്കെയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത്. അവർക്ക് അതാണ് കാണാൻ അവർക്ക് രസം. അതിപ്പോൾ ആനയെ പീഡിപ്പിക്കുന്നത് മാത്രമല്ല, ആളുകളെ പീഡിപ്പിക്കുന്നതും ആളുകളുടെ കൈയും തലയും വെട്ടുന്നതും ഒക്കെ അവർ ആസ്വദിക്കുന്നു. ഏതായാലും ഭഗവാൻ ഇത്രയും പറഞ്ഞ് മഹാത്മാനസ്തു മാം പാർത്ത ദൈവീം പ്രകൃതിമാശ്രിതാഹ ഭജന്ത്യനന്യ മനസഹ ജ്ഞാത്വാ ഭൂതാദിമവ്യയം. അതിന് വിപരീതമായിട്ടുള്ള സൽഗുണസമ്പന്നന്മാരായിട്ടുള്ള ആളുകളെക്കുറിച്ച് ഭഗവാൻ ഇവിടെ പറഞ്ഞു. എന്താണ്? മഹാത്മാനഹാതു ന മഹാത്മാക്കളാകട്ടെ ദൈവീം പ്രകൃതിം ആശ്രിതാഹ, ദൈവികമായ അതിൻ്റെ പ്രകൃതിയെ, സ്വഭാവത്തെ ആശ്രയിച്ചിട്ട് മാം അവ്യയം ഭൂതാദിം ജ്ഞാത്വ, എന്നെ നാശരഹിതനായിട്ട് ഭൂതാദിം, ഭൂതങ്ങളുടെയൊക്കെ കാരണമായിട്ട് അറിഞ്ഞിട്ട് അനന്യ മനസ്സഹ ഭജന്തി, അവർ ഏകാഗ്രമായ മനസ്സോടുകൂടി അവരെന്നെ ഭജിക്കുന്നു. അവർക്ക് ഞാൻ സുലഭനാണ് എന്ന് പറഞ്ഞു. തുടർന്ന് എന്താണ്, അവരെങ്ങനെയാണ് ആ ഉപാസനാ മാർഗത്തെ ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇവിടെ അങ്ങോട്ട് വരുന്നത്. തുടർന്ന് 14-ാമത്തെ ശ്ലോകത്തിൽ സതതം കീർത്തയന്തോ മാം യദന്തശ്ച ദൃഢവ്രതാഃ നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്താ ഉപാസതേ. സതതം മാം കീർത്തയന്തഃ, ഇന്നലെ ചർച്ച ചെയ്തതാണ്, എന്നാലും ഒരിക്കൽ കൂടി പറയാം. സതതം, എപ്പോഴും, മാം കീർത്തയന്തഃ, എന്നെ കീർത്തിക്കുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതിനെ കാണുമ്പോഴും നമുക്ക് ഉടനെ നമ്മുടെ സ്മൃതിപഥത്തിലേക്ക് വരുന്നത് അതിൻ്റെ പരമമായ കാരണവും കൂടിയാണ്. നമ്മൾ അതുകൊണ്ടാണ് അത് നമുക്ക് ഏറ്റവും ഹൃദ്യമാകുന്നത് കാഴ്ചയിൽ. അത് ഏത് ജീവജാലങ്ങളാകട്ടെ, എന്തുമാകട്ടെ, പ്രകൃതി ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു സ്വാസ്ഥ്യവും സമാധാനവും ഒക്കെ തരുന്നത് എന്തുകൊണ്ടാണ്? അതിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ സത്യത്തെ അനുഭവിക്കുന്നത് ഹേതുവായിട്ടാണ്. അത് കീർത്തയന്തഃ എന്ന് പറഞ്ഞാൽ കേവലം ഭജന പാടൽ മാത്രമല്ല, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരു കാഴ്ച കാണുമ്പോൾ നമ്മൾ പറയില്ലേ, ഓ ഇതാണ് പല പല കാഴ്ചകളും. ഇപ്പോൾ ഈവൺ ഒരു വൈകുന്നേരം നമ്മുടെ നാട്ടിൽ കൂടെ തന്നെ നമ്മളിങ്ങനെ ബസ്സിലോ കാറിലോ ഓട്ടോറിക്ഷയിലോ എന്തിലെങ്കിലും പോകുമ്പോൾ ചിലപ്പോൾ സൂര്യാസ്തമയ സമയത്ത് സൂര്യനെ കാണുമല്ലോ, പതിവിലും വലിയ വലുപ്പത്തോട് കൂടിയിട്ട്. അങ്ങനെ അപ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് നമ്മളെ മനസ്സിലൊരു എന്തെന്നില്ലാത്തൊരു സന്തോഷമോ എന്തോന്ന് വരും. അതൊരു കീർത്തനമാണ്. ആരോടെങ്കിലും നമ്മൾ ചിലപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവറോട് പറയും, അതെ നോക്കൂ സൂര്യനെ കാണുന്നു, എന്തു ഭംഗിയാണ്. അപ്പോൾ അയാളും പറയും, ചേട്ടാ ഞാനത് നോക്കി ഓടിച്ചാൽ നമ്മൾ വേറെ എവിടെയെങ്കിലും എത്തും. വേണ്ട നേരെ നോക്ക്. പക്ഷേ ഒരു ചെറിയ കാര്യമാണെങ്കിൽ, ഒരു കിളി, ചെറിയ അടക്കാക്കിളി പോലത്തെ ചെറുത് ചിടുങ്ങ് പോലത്തെ സാധനത്തെ കാണുമ്പോൾ, നമ്മൾ കൂട്ടത്തോടു കൂടി അവരിയ്ക്കുമ്പോൾ, ഏതിനെ കാണുമ്പോഴും നമുക്ക് തോന്നാറില്ല. ഏതെങ്കിലും അതൊക്കെ ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും. സതതം കീർത്തയന്തഃ, അതിനെയാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് അത് കീർത്തനമാണ്. അത് ഏതെങ്കിലും ശ്ലോകങ്ങൾ മാത്രമല്ല. ദൃഢവ്രതാഹ, ദൃഢവ്രതന്മാരായി, യതന്തഃ, യത്നിക്കുന്നവരായും, നിത്യയുക്തന്മാരായി, നമസ്യന്തഃ, ഒരു വിനയാന്വിതരായിട്ടുള്ള നമസ്കാരാദി ആ വിനയാന്വിതമായ ഭാവത്തോടു കൂടിയിട്ട് മാം ഭക്തിയ ഉപാസതേ, ആരാണ്? അവരെന്നെ ശ്രദ്ധയോടുകൂടി ഉപാസിക്കുന്നു. തുടർന്ന് പല വിധത്തിലുള്ള ഉപാസനാ രീതികളെക്കുറിച്ച് പറയുക. ഇതൊക്കെ നമ്മൾ ഗീതയിലൂടെ മനസ്സിലാക്കണം.
അപ്പം അതുകൊണ്ട് ഇങ്ങനെ അറിഞ്ഞാണ് എങ്കിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതറിയാതെ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്താണ് തുടർന്ന് പറയുന്നു ഭഗവാൻ, ജ്ഞാനയജ്ഞേന ചാപ്യന്യേ യജന്തോ മാം ഉപാസതേ ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോ മുഖം. പലപ്പോഴും ആളുകൾക്ക് അറിയാത്തതും, നമ്മളിപ്പോൾ ഗീതയിൽ ഒരു കാര്യം പറയുന്നിടത്ത് അദ്വൈതത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്വൈതം തന്നെ പറയണം. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് വേറെ പുട്ടുകച്ചവടം ശരിയാവില്ല. രണ്ടായിട്ട് പറയുന്നതുണ്ട്. ഇപ്പോൾ ഭഗവാൻ ഇവിടെ രണ്ടും പറയാൻ പോവുക, രണ്ടും പറയുകയാണ്. എന്താ പറയണത്? ജ്ഞാനയജ്ഞേന ച അപി അന്യേ യജന്തഃ മാം ഉപാസതേ ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോ മുഖം. ഇനി അന്യേ ജ്ഞാനയജ്ഞേന യജന്തഃ, ഇനി മാത്രമല്ല വേറെ ചിലർ, അപീച്ച വേറെ ചിലർ ജ്ഞാനയജ്ഞേന, ജ്ഞാനമാകുന്ന യജ്ഞം കൊണ്ട്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണ്? ജ്ഞാനയജ്ഞമാണ്. നിങ്ങളിതിൽ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് എന്താ? ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ജ്ഞാനത്തെ, ഈ ഭഗവത്ഗീത ജ്ഞാനത്തെ നമ്മൾ പങ്കുവയ്ക്കുകയാണ് പരസ്പരം. അപ്പോൾ ചിലർ എന്തു ചെയ്യുന്നു? ജ്ഞാനയജ്ഞേന യജന്തഃ, ജ്ഞാനയജ്ഞത്തിലൂടെ എന്തു ചെയ്യുന്നു? യജ്ഞം ആരാധിക്കുന്നവരാകുന്നു. ഇത് നമ്മൾ കേൾക്കുന്ന നിങ്ങളും പറയുന്ന നമ്മളും ഈ ജ്ഞാനയജ്ഞത്തിൻ്റെ ഒരു ഭാഗഭാക്കാണ്. നമ്മൾ പരസ്പരം, വക്താവാണെങ്കിലും ശ്രോതാവാണെങ്കിലും അങ്ങനെ യജിക്കുന്നു ചിലർ. ആരെയാണ് യജിക്കുന്നത്? വിശ്വതോമുഖം. വിശ്വതോമുഖം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും മുഖമുള്ളവൻ ആരോ അവനാണ് വിശ്വതോമുഖൻ. വിശ്വം മുഴുവൻ മുഖമുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എന്താ പുരുഷ സൂക്തത്തിലെ വിരാട് വർണ്ണന. സഹസ്രശീർഷ പുരുഷ. അപ്പോൾ 1000 തലകളുള്ളവൻ, 1000 കൃത്യമായിട്ട് 1000 അല്ല, അനന്തമായ ശിരസ്സുള്ളവൻ എന്ന് പറഞ്ഞാൽ ഈ വിശ്വത്തിലെ എല്ലാ ശിരസ്സുകളും, വിശ്വത്തിൻ്റെ മുഴുവൻ എവിടെയൊക്കെ നിങ്ങൾ മുഖം കാണുന്നുവോ അത് അവൻ്റെ മുഖമാണ്. അത് ആനയുടേതാണെങ്കിലും ഉറുമ്പിൻ്റെതാണെങ്കിലും. അങ്ങനെ വിശ്വതോ മുഖം, ആ സർവാത്മകനായിട്ടുള്ള എന്നെ, പരമാത്മാവിനെ ഏകത്വേന, ഏകത്വേന എന്ന് പറഞ്ഞാൽ അദ്വൈത ഭാവേന, അതേപോലെ തന്നെ പൃഥക്ത്വേന, ഭിന്നമായിട്ടും. എന്നെ മറ്റൊന്നില്ല എന്ന അദ്വൈത ഭാവത്തോടു കൂടിയും അതുപോലെ തന്നെ പൃഥക്ത്വേന, വേറെയായിട്ടും, ബഹുധ, പല പ്രകാരത്തിൽ ഉപാസതേ, ഉപാസിക്കുന്നു. അപ്പം എന്നെ ഉപാസിക്കുന്നവർ പല വിധത്തിലാണ്. ഭഗവാൻ 4-ാം അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ചതുർവിധ ഭജന്തേ മാം യേ സുഹൃതിനോ അർജുന ആർത്തോ ജിജ്ഞാസുരാർത്ഥാർത്ഥി ജ്ഞാനീച്ച ഭരതർഷഭ. അർജുന, 4 തരത്തിലുള്ള ആളുകൾ എന്നെ ഭജിക്കുന്നു. അവർ 4 പേരും ശ്രേഷ്ഠന്മാരാണ്. മോശക്കാരാണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ അതിൽ ജ്ഞാനി എനിക്ക് പ്രിയപ്പെട്ടവനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവൻ മോശക്കാരനാണെന്നല്ല. ആരാണ്? ആർത്തൻ, ദുഃഖിതൻ. അവൻ്റെ കഷ്ടപ്പാട് അവൻ ഭഗവാനോട് പറയാനാണ്. തെറ്റൊന്നുമില്ല. അർത്ഥാർത്ഥി, ധനമോഹിയാണ്. അത് കിട്ടണം ഇത് കിട്ടണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചിന്ത ഉള്ളവനെ വസൂലാക്കാൻ വേറെ ആൾക്കാരുമുണ്ട്. അതാ പ്രശ്നം. എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹം ഭഗവാനോട് പറയുന്ന, ഭഗവാൻ എന്ന് സങ്കല്പിക്കുന്ന ക്ഷേത്രത്തിലോ അത്തരം സവിധത്തിലോ നിങ്ങൾ പോയി പറയാം. ക്രമേണ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. കാരണം തൽക്കാലം എവിടുന്നെങ്കിലും ഒന്ന് തുടങ്ങണമല്ലോ. അതുകൊണ്ട് അപ്പോൾ ദുഃഖിതനുണ്ട്, അർത്ഥാർത്ഥിയുണ്ട്, ജിജ്ഞാസുണ്ട്, അറിയാൻ ആഗ്രഹമുള്ളവനുണ്ട്, ജ്ഞാനിയുണ്ട്, അറിഞ്ഞവനുമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒന്നിൽ തുടങ്ങി ഒന്നിലൂടെ വന്നിങ്ങനെ അവസാനം ഇതിലൊക്കെ എത്തും. അപ്പോൾ പല പ്രകാരത്തിൽ എന്നെ ഉപാസിക്കുന്നവരും അതല്ലാതെ ഉപാസിക്കുന്നവരും, ഇവരൊക്കെ എന്താണ്? എന്നെ ഉപാസിക്കുന്നു. ഞാൻ ആരാണ്? ഇവിടെ അങ്ങോട്ട് പറയാം.
അഹം ക്രതുരഹം യജ്ഞഃ സ്വധാഹമഹമൗഷധം മന്ത്രോഹമഹമേവാജ്യം അഹമഗ്നിരഹം ഹുതം. അഹം ക്രതുഃ അഹം യജ്ഞഃ അഹം സ്വധാ അഹം ഔഷധം അഹം മന്ത്രഃ അഹമേവ ആജ്യം അഹം അഗ്നി അഹം ഹുതം. 4-ാം അധ്യായത്തിൽ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന എന്ന് പറഞ്ഞു. അവിടെ ചെയ്യപ്പെടുന്ന കർമ്മം ബ്രഹ്മമാണ്. ആ യാഗമാകുന്ന ആ ഹവിസ്സൊക്കെ അർപ്പിച്ചുകൊണ്ട് ഹോമകുണ്ഡം, ആ അഗ്നി ബ്രഹ്മമാണ്, ബ്രഹ്മാഗ്നൗ. ബ്രഹ്മണാഹുതം, ആരാണോ ചെയ്യുന്ന ഹോതാവ് അയാൾ ബ്രഹ്മമാണ്. അർപ്പിക്കുന്ന ഹവിസ്സുക്കൾ ബ്രഹ്മമാണ്. അതിൻ്റെ ആത്യന്തികമായ ഫലം ബ്രഹ്മമാണ്, ബ്രഹ്മപ്രാപ്തിയാണ്. അങ്ങനെ ബ്രഹ്മയജ്ഞത്തെ യജ്ഞപ്രകരണം 4-ാം അധ്യായത്തിൽ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നത് ഓരോ ഘട്ടങ്ങളായിട്ട് നമ്മൾ ഓരോ തലങ്ങളിലാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. അഹം ക്രതുഹു. ക്രതു എന്ന് പറയുന്നത് ദേവന്മാർക്ക് നൽകുന്ന യജ്ഞത്തിന് പറയുന്നതാണ് ക്രതു എന്നത്. അപ്പോൾ ദേവന്മാർക്കായി നൽകപ്പെടുന്ന, ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ചെയ്യുന്ന പോലെ വിളക്കെത്തിക്കലും ആരതി ഒഴിയലും മാത്രമല്ലല്ലോ. ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്ന സമയത്ത് കുറച്ചുകൂടെ വിപുലമായ രീതിയിലുള്ള യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ നടക്കും. അപ്പോൾ ദേവന്മാരെ സങ്കല്പിച്ചുകൊണ്ട് നടക്കുന്ന യാഗങ്ങൾ, യജ്ഞം എന്ന് പറയുന്ന ദേവയജ്ഞത്തിന് പറയുന്നതാണ് ക്രതു എന്ന്. അതാരാണെന്ന് ചോദിച്ചാൽ ഞാനാണ്. അഹം ക്രതുഹു. ഇനി അതേപോലെ തന്നെയാണ് അഹം യജ്ഞ. യജ്ഞങ്ങൾ ഋഷിമാർക്കായി കൊണ്ടുള്ള യജ്ഞങ്ങളുണ്ട്, സങ്കല്പത്തിൽ നടത്തുന്നത്. അതും ഞാനാണ്. അപ്പം ദേവന്മാർ, ഋഷിമാർ. അതുപോലെ തന്നെ അഹം സ്വധ. സ്വധ എന്നത് ശരിക്കും പറഞ്ഞാൽ ദക്ഷൻ്റെ പുത്രിയുടെ പേരാണ് സ്വധ. സ്വാഹ അഗ്നിയുടെ ഭാര്യയാണ് സ്വാഹ. സ്വാഹ, സ്വധ, സതി, ഈ 3 പേരും പിന്നെ 13 പേരും 16 മക്കളാണ് ദക്ഷന്. അതിൽ 13 പേരെ ധർമ്മദേവന് വിവാഹം കഴിച്ചു കൊടുത്തു. ബാക്കി 3 പേരിൽ ഓരോരുത്തരാണ്. സ്വാഹയെ അഗ്നിദേവനും സ്വധയെ പിതൃക്കൾക്ക്, പിതൃപിണ്ഡത്തിൽ എന്താ പറയുക, സ്വധ എന്നാണ്. ആ സ്വധ ഞാനാണ്, ആ പിണ്ഡം. പിന്നുള്ളത് സതി, ശിവൻ. ഈ 16 പേര് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ അഹം സ്വധ, ഞാൻ തന്നെയാണ് ശ്രാദ്ധാദി കർമ്മങ്ങളിലെ ഹവിസ്സുകൾ സ്വീകരിക്കുന്നവനും ആ കർമ്മവും ഞാനാകുന്നു. അപ്പോൾ ദേവയജ്ഞവും ഋഷിയജ്ഞവും പിതൃയജ്ഞവും എന്താണ്? ഞാൻ തന്നെയാണ്. അഹം ഔഷധം, നമ്മൾ സേവിക്കുന്ന ഔഷധം ഭഗവാനാണ്. ആ ഔഷധം സേവിക്കുമ്പം ആ ഒരു ചിന്ത വേണമെന്നാണ്. അതാണ് ഈ ആയുർവേദത്തിൽ അത് വളരെ അത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ആയുർവേദം ഡോക്ടർക്ക് ഉപാസനയുണ്ട്. മിക്ക ആയുർവേദ ഡോക്ടർമാരും ഉപാസിക്കുന്നത് ധന്വന്തരിയെയാണ്. അവരുടെ ഉപാസന രോഗികളിൽ എന്താണോ അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട്, അവർക്കുള്ള ബുദ്ധിമുട്ട് എന്താ, ആ ബുദ്ധിമുട്ട് മാറ്റിക്കൊടുക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനാന്വിതമായ മനസ്സോടു കൂടിയിട്ടാണ്, ആ ഒരു ധ്യാനാവസ്ഥിത മനസ്സിലാണ് ഇവരെ പരിശോധിക്കുന്നത്. അപ്പോൾ ഇവർക്ക് വേണ്ടത് കൃത്യമായിട്ട് തോന്നുക, അത് ഫലിക്കുക എന്നുള്ളതുണ്ട്. അപ്പോൾ ഒരേ മരുന്ന് തന്നെ എല്ലാവർക്കും ഫലിക്കണമെന്നില്ല. അപ്പോൾ അതിൽ അളവിൽ കൂട്ടലും കുറയ്ക്കലും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഇവർക്കൊരു എന്തുണ്ട്, ഇതിലൊരു
ക്ഷമിക്കണം, ഒരു ഉപാസനയുണ്ട്, ഒരു മൂർത്തിയുണ്ട്, ഉപാസനാമൂർത്തിയുണ്ട്. അപ്പോൾ ഇവിടെ അഹം ഔഷധം, ഞാൻ തന്നെയാണ് ഔഷധം എന്ന് പറയാം. അതൊക്കെ ഇനിയും വരാൻ പോകുന്നുണ്ട്. എങ്ങനെയാണ് ഞാൻ ഓരോന്നിലും ഔഷധമായി വരുന്നത്, ആ വഴികളൊക്കെ പറയുന്നുണ്ട്. ചന്ദ്രനിലൂടെ സൂര്യൻ്റെ കിരണം, ചന്ദ്രൻ്റെ ശീതളിമ, എങ്ങനെയാണ് ഔഷധി ഉണ്ടാവുന്നത്, ഇതൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ പറയുന്നു അഹം ഔഷധം, ഞാൻ തന്നെയാണ് മരുന്നായിട്ട് ഇരിക്കുന്നത്. മന്ത്രോഹം, ഞാനാണ് മന്ത്രം. ഏത് മന്ത്രം എടുക്കുകയാണെങ്കിലും അത് ഞാനാണ്, എന്നെയാണ് ആ മന്ത്രത്തിൽ പറയുന്നത്. അതുകൊണ്ട് മന്ത്രം മനനം ചെയ്യപ്പെടേണ്ടതാണ്. ആ മനനത്തിലൂടെ അറിയേണ്ടതും ഞാനാണ്, എന്നെയാണ്. അപ്പം അഹം മന്ത്രം, അഹം ആജ്യം. ആജ്യം എന്ന് പറഞ്ഞാൽ നെയ്യാണ്, ഹവിസായി വരുന്നതാണ്. ഈ ഹോമകുണ്ടത്തിലും ഇതിലുമൊക്കെ സമർപ്പിക്കുന്നത്. എന്തിലാണെങ്കിലും അത് ഞാനാണ്, ആജ്യം ഞാനാണ്. അഹമേവ ആജ്യം. അഹം അഗ്നി, ഞാനാകുന്നു അഗ്നി. അഹം അഗ്നി. അഹം ഹുതം, ഹുതം എന്ന് പറഞ്ഞാൽ ഹോമം, ആ പ്രക്രിയ, അത് ഞാനാകുന്നു. അഹമേവ, ഞാൻ തന്നെ അതെല്ലാം. അപ്പോൾ അഹം ക്രതുരഹം യജ്ഞ സ്വധാഹമഹം ഔഷധം മന്ത്രോഹമഹമേവാജ്യം അഹം അഗ്നിരഹമൂതം. അപ്പം ഇതൊക്കെ നമുക്ക് ആ ഒരു ഭാവനയോട് കൂടിയിട്ടായിരിക്കണം ഇതെല്ലാം നമ്മൾ എന്ത് കാര്യവും ചെയ്യുന്നത്. അല്ലാതെ ആഗമാനന്ദ സ്വാമികൾ പറയും, ഈ അമ്പലത്തിലെ പൂജാരി അയാൾക്കൊരു കാലൻ്റെ കടം വീട്ടണം പോലത്തെ പരിപാടിയാണെന്ന് പറയാം. ഇത് ക്ഷേത്രത്തിൽ ആണ് പറയണത്. അപ്പോൾ ആ പൂജാരിയുടെ കർമ്മത്തെ അതിൽ ശരിയായ ഭാവനയില്ലാതെയാണ് അയാളത് ചെയ്യുന്നത്. അത് ആഗമാൻ സ്വാമികളെ സംബന്ധിച്ച് അത് നേരിട്ട് ഒരുപാട് അനുഭവങ്ങളും ഒക്കെ ഉണ്ടാവും. അതിൽ നിന്നാണ് സ്വാമിജി പറയുന്നത്, നേരെയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പൂജാരി ഇതൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് പൂജാരിയുടെ മനസ്സ് വായിച്ച് മൂപ്പര് പറയുകയാണ്, ആഗമാൻ സ്വാമികൾ പറയുന്നതാണ്. മൂപ്പര് ജലം ഭഗവാന്റെ ആ പ്രതിഷ്ഠയിൽ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഏത് ഭാവത്തോടു കൂടിയിട്ടാണ് അഭിഷേകം ചെയ്യേണ്ടതെന്നുണ്ട്. ആ ഭാവമൊന്നുമില്ലാതെ ഇയാളെ സംബന്ധിച്ച് ഇയാളുടെ മനസ്സിലുള്ളത് ഇതാണത്രേ. അതാണ് ആഗമാൻ സ്വാമികൾ പറയുന്നത്, നീരിത കല്ലേ എന്ന്. ഇത് കല്ലായിട്ടാണ് മൂപ്പര് സങ്കല്പിക്കുന്നത്. അതിലേക്ക് അല്പം ജലം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കല്ലിനോട് പറയുന്നതായിട്ട്, ഇതാ കല്ലേ, പിടിച്ചോ ജലം, നീരിത കല്ലേ. പിന്നെ അവിടെ എന്താ പറയുക, പൂക്കൾ അർപ്പിക്കുക എന്നൊക്കെ ഉള്ളത് എന്താണ്? പൂവിത കാറ്റേ എന്നാണ്. കാറ്റിനിട്ട് കൊടുക്കുന്നതാണ് പൂവ്. ചോറിത കാക്കേ, നേദ്യം ഇട്ട് കൊടുക്കുന്നത്, നേദ്യം സമർപ്പിക്കുന്നത് കാക്കയ്ക്കാണ്. ചോറിത കാക്കേ, ഞാനിതാ പോണേ. ഇതാണ് അത്ര മന്ത്രം. നീരിത കല്ലേ, പൂവിത കാറ്റേ, ചോറിത കാക്കേ, ഞാനിതാ പോണേ. മൂപ്പരിങ്ങനെ എത്രയും കഴിച്ചിട്ട് മൂപ്പരൊരു പോക്ക് പോകുമെന്ന് ആഗമാൻ സ്വാമികൾ പറയുന്ന. ഇതുപോലെയാണ് എല്ലാവരും എന്നല്ല. പക്ഷേ നമുക്ക് എന്താ പറയുക, ഈ അഗ്നിയിലും ഈ ആജ്യത്തിലും ഹോമത്തിലും സ്വതയിലും ഇതിലൊക്കെ എന്തു വേണം? ആ ഒരു ശ്രദ്ധ വേണം. ആ ശ്രദ്ധയിലാണ് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് പറയുന്നത്. ഇത് ഇവിടെ ആവർത്തിച്ച് പറയുകയാണ്. തുടർന്ന് ഗീതയുടെ ഒരു കേന്ദ്രത്തിലാണ് നമ്മളിപ്പോൾ അങ്ങനെ നിൽക്കുന്നത്, കേന്ദ്രത്തിലൂടെയാണ് പോകുന്നത്. ഗീതയെ നേർപകുത്ത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അടുത്ത അതിൻ്റെ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന അത് തന്നെയാണ്. അവിടെയാണ് ഭഗവാൻ ഈ ഒരു ശ്ലോകത്തിൽ 17ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, പിതാഹമസ്യ ജഗതഃ മാതാ ധാതാ പിതാമഹഃ
വേദ്യം പവിത്രമോങ്കാരഃ ഋക്സാമയജുരേവ ച. പിതാഹമസ്യ ജഗതഃ. അസ്യ ജഗതഃ പിതാ, മാതാ, ധാതാ, പിതാമഹ. ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ പിതാവാണ്, മാതാവാണ്, പിതാമഹനുമാണ്, മുത്തശ്ശൻ്റെ മുത്തശ്ശനുമാണ് ഞാൻ തന്നെയാണ് ഇതിൻ്റെ അച്ഛനായും അമ്മയായും വല്യപ്പൂപ്പനായിട്ടും ഒക്കെ ഉള്ളത്. പിതാമഹസ്യ ജഗതഃ മാതാ ധാതാ പിതാമഹ. വേദ്യം പവിത്രമോങ്കാര. വേദ്യം അറിയപ്പെടേണ്ടത് ആയിട്ടുള്ള പവിത്രമായ ഓംകാരം, പ്രണവം, അഹമസ്മി, ഞാനാകുന്നു. വേദ്യം പവിത്രമോങ്കാരം, അറിയപ്പെടേണ്ട ആ പവിത്രമായ ഓംകാരം. നമ്മൾ വിസ്തരിച്ച് തന്നെ പറഞ്ഞു. മാണ്ഡൂക്യ ഉപനിഷത്തും ഒക്കെ എടുത്ത് വിസ്തരിച്ച് പറഞ്ഞതാണ്. മനസ്സിലായിട്ടില്ല, കേട്ടിട്ടില്ല എങ്കിൽ പിറകിലേക്ക് പോവുക, കേൾക്കുക. ഋക്ക് സാമ യജു, ഋക് സാമ യജുരേവച. ഋഗ്വേദവും സാമവേദവും അഥർവവേദവും എല്ലാം തന്നെ, ഋക്കും സാമവും യജുവും ഒക്കെ ഞാൻ തന്നെ. അഹമേവ, ഞാൻ തന്നെ. അപ്പോൾ സാമവേദം എന്ന് ഇതിൽ പറഞ്ഞിട്ടില്ലല്ലോ, അത് കുഴപ്പമില്ല, പറയാത്തതുകൊണ്ട് ഒന്നുമില്ല. എന്നാൽ അതുകൊണ്ട് സാമവേദം ഇല്ലാത്തതാണ്, അങ്ങനെയല്ല, സാമമുള്ളതാണ്. വേദത്തെയൊക്കെ ഇങ്ങനെ പകുത്തു എന്നുള്ളതേ ഉള്ളൂ. തുടർന്ന് ഗതിർ ഭർത്താ പ്രഭു സാക്ഷി നിവാസശരണം സുഹൃത് പ്രഭവ പ്രളയസ്ഥാനം നിധാനം ബീജമവ്യയം. ഗതിർ ഭർത്താ പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത് പ്രഭവ പ്രളയസ്ഥാനം നിധാനം ബീജമവ്യയം. ഗതി, എന്താ ഗതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രാപ്യമായ സ്ഥാനം. എവിടേക്കാണ് ഇതിൻ്റെ ഗതി? എന്താവും എൻ്റെ ഗതി? അധോഗതി അല്ല, ഊർധ്വഗതിയാണ്. ഗതിഹി പ്രാപ്യസ്ഥാനം. ഭർത്താ പ്രഭുഹു, ഭർത്താ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ എന്നാണ്. പ്രഭു, ഭർത്താവ് ഭരിക്കുന്നവനാണ്. അതുകൊണ്ടാണ് ഈട്ട് ഭരണയെന്നാണ്. അതുകൊണ്ടാണ് ഈശ്വരൻ എന്നുള്ള ശബ്ദം ഉണ്ടാവുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഭർത്താ ഭരിക്കുന്നവനും, പ്രഭു ഇതിൻ്റെയൊക്കെ ഉടമസ്ഥനാണ്, നടത്തുന്ന ആളാണ്, നടത്തിപ്പുകാരനാണ്. പ്രഭുവാണ് സാക്ഷി, എല്ലാറ്റിനും സാക്ഷിയാണ്, എല്ലാം അറിയുന്നവനാണ്. മൂപ്പരുടെ അറിവില്ലാതെ ഇവിടെ ഒരു ഇല പോലും പഴുക്കുന്നില്ല. പ്രഭു സാക്ഷി. പിന്നെ നിങ്ങൾ കോണിച്ചുവട്ടിൽ മാത്രം കൊണ്ടിരുത്തിയത് കൊണ്ട് എന്ത് കാര്യമാണ്? അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിലെ ഫോട്ടോയിൽ നിങ്ങൾ ഇടയ്ക്ക് എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ തുണി കൊണ്ട് മറച്ചു വെച്ചതുകൊണ്ട് കാര്യമുണ്ടോ? വെറും ഫോട്ടോ ആണോ ഇത്? അല്ല എന്ന് പറയും. സർവസാക്ഷിയാണ്, സാക്ഷി. നിവാസ ശരണം സുഹൃത്ത്. നിവാസ എല്ലാറ്റിൻ്റെയും ഇരിപ്പിടമാണ്, വാസസ്ഥാനമാണ്. അതേസമയം ശരണം സുഹൃത്ത്. ആരാണോ ശരണാഗതരായിട്ടുള്ളത് അവർക്കൊക്കെ ഒന്ന് ശരണമാണ്, എല്ലാവർക്കും ആശ്രയമാണ്. സുഹൃത്ത് എല്ലാവരുടെയും സുഹൃത്താണ്. പ്രഭവ പ്രളയ സ്ഥാനം. പ്രഭവം ഇതിൻ്റെ സൃഷ്ടികർത്താവാണ്, ബ്രഹ്മാവാണ്. അതുപോലെ തന്നെ സ്ഥാനം അതിൻ്റെ നിൽപ്പ് വിഷ്ണു, അതും ഞാനാണ്. ഇനി ഇതിൻ്റെ പ്രളയം സംഹാരകൻ, സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഞാനാകുന്നു. അവ്യയം ബീജം അഹമേവ. എന്താണ്? ഒരിക്കലും നാശമില്ലാത്ത ഇതിൻ്റെ പരമമായ കാരണമാകുന്ന ബീജവും ഞാൻ തന്നെ. ഒരു മഴ പോലും പെയ്യുന്ന സമയത്ത്
നമുക്ക് എന്താണ് ആദ്യം ഓർമ്മ വരേണ്ടത്? ഈ ഗീതയിലെ ഈ ശ്ലോകമാണ്, 19ാമത്തെ ശ്ലോകം 9ാം അധ്യായത്തിലെ. തപാമ്യഹമഹം വർഷം നിഗൃഹ്ണാമ്യുത്സൃജാമി ച അമൃതം ചൈവ മൃത്യുശ്ച സദസച്ചാഹമർജുന. വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. തപാമി അഹമഹം വർഷം നിഗൃഹ്ണാമ്യുത്സൃജാമി ച അമൃതം ച ഏവ മൃത്യു ച സത് അസത് അഹം ഏവ അർജുന. അർജുന, അഹം തപാമി, ഞാനാണ് ഈ തപിപ്പിക്കുന്നത്. ഈ ചൂട് തന്നെ ഞാനാണ്. അങ്ങനെ ചുട്ടു പൊള്ളുന്നുണ്ടല്ലോ, വേനൽ ചൂട് അധികമായി, അതായി ഇതായി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഒക്കെ എൻ്റെ പരിപാടിയാണ്, എൻ്റെ ആക്ടിവിറ്റിയാണ്. അതിന് നിങ്ങൾ ഇതെന്തൊരു ചൂടാണ് എന്നൊന്നും പറയണ്ട. ഞാനിങ്ങനെ തപിപ്പിക്കുകയാണ്. പപ്പടം ചുട്ടെടുക്കുന്നത് പോലെ ഞാൻ എല്ലെണ്ണത്തിനും ഇവിടെ ചുടും. അഹം തപാമി, ഞാൻ ഈ വേനൽ, കാഠിന്യമാർന്ന വേനൽ ഞാൻ ഉണ്ടാക്കുന്നതാണ്. എന്നിട്ടോ അഹം വർഷം ഉത്സൃജാമി, ഞാൻ മഴയെയും സൃഷ്ടിക്കുന്നു. ഞാൻ മഴയെയും സൃഷ്ടിക്കുന്നു, കൊടിയ ശൈത്യത്തെ ഞാൻ ഉണ്ടാക്കുന്നു, മഞ്ഞ് ഞാൻ വീഴ്ത്തും, ഐസ് ഞാൻ വീഴ്ത്തും, ജലം വീഴ്ത്തും, അതുപോലെ തന്നെ നല്ല ഉഷ്ണവും. ഇതിനോടൊന്നും നമ്മൾ എന്താണ്, നമ്മുടെ സമാധാനം കെടുത്തുന്നതാവരുത് ഇതൊന്നും. ഒന്ന് ആലോചിച്ച് നോക്കണേ. മഴ പെയ്താൽ പ്രശ്നം, മഴ പെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നം. എന്താ ഒരു മഴ വരാത്തത്? എന്ത് ചൂടെടുത്തിട്ട് വയ്യ, കിടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. അങ്ങനെ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതെന്തൊരു നശിച്ച മഴയത്. എനിക്ക് മഴയൊക്കെ ഇഷ്ടമാണ്. ഞാൻ കിടന്നുറങ്ങുമ്പോഴേ മഴ പെയ്യാവൂ. രാവിലെ ഞാൻ എണീക്കുമ്പോഴേക്കും മഴയൊക്കെ തീരണം. അങ്ങനെയുണ്ട്, നല്ല പരിപാടിയാണ്. എന്തായാലും എപ്പം പെയ്യട്ടെ, കൊടിയ വേനലാകട്ടെ, കാലാവസ്ഥകൾ എന്തും മാറട്ടെ, അപ്പോഴൊക്കെ ഇത് ഓർക്കുക. അഹം തപാമി അഹം വർഷം ഉത്സൃജാമി നിഗൃഹ്ണാമി, ഞാനിതിനെ പെയ്യിക്കുകയും ഇതിനെ എടുക്കുകയും ചെയ്യുന്നു. ജലം നൽകും, അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ അതിനെ തപിപ്പിച്ച് ആ ജലത്തെയൊക്കെ നീരാവിയാക്കി മാറ്റുകയും ചെയ്യും. എന്നിട്ട് ഞാനത് മഴയാക്കി കൊണ്ട് പെയ്യിക്കും. അമൃതം ച മൃത്യു ച, അമൃതം മരണമില്ലായ്മ, മൃത്യു മരണവും ഞാനാണ്. സത് അസത്, ഉണ്മയും ഇല്ലായ്മയും അഹമേവ, ഞാൻ തന്നെ എന്ന് പറയാം. അർജുന, ഞാനല്ലാതെ ഇവിടെ വേറെ ഒരു പരിപാടിയില്ല എന്ന് പറയാം. ഇങ്ങനെ ഓരോന്നിലും ആരെ കാണുക? ആ സത്യത്തെ കാണുക. അപ്പം നമ്മുടെ മുന്നിൽ പലതും നമ്മൾ കാണുന്നുണ്ടല്ലോ, അതിലെല്ലാം നമ്മളെ തൊട്ട് കാണിക്കുകയാണ്. ഇതാണ് നീ കാണുന്നത്, ഇതാണ് നീ അന്വേഷിക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷകനും അന്വേഷിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഈശ്വരനെ കുറിച്ചാണ്, സത്യത്തെക്കുറിച്ചാണ്. പേരുകൾ വേറെ ആയിരിക്കുന്നുള്ളതേ ഉള്ളൂ. തുടർന്ന് മനോഹരമായിട്ട് തൃഷ്ടുപ്പ് വൃത്തത്തിൽ ഭഗവാൻ പറയുന്നു. ത്രൈവിദ്യാമാം സോമപാപൂതപാപാഃ യജ്ഞൈരിഷ്ട്വാ സ്വർഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം അശ്നന്തി ദിവ്യാൻ ദിവിദേവ ഭോഗാൻ. അർജുന, ഞാൻ നിനക്ക് നാളെ പറഞ്ഞുതരാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.